ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടം അധികാരം വിട്ടൊഴിയുന്നതാണ് നല്ലതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കഴിഞ്ഞ 47 വർഷത്തോളമായി ഇറാനുമായി തീരുമാനമാകാത്ത ചർച്ചകൾ തുടരുകയാണ്. ആണവധാരണയിൽ എത്തിയില്ലെങ്കിൽ മറ്റൊരു വിമാനവാഹിനി കപ്പൽ കൂടി ഇറാനെ ലക്ഷ്യമാക്കി നീങ്ങുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇന്നലെ വൈസ് പ്രസിഡന്റ് ജെ.ഡി. വാൻസും ഇസ്ലാമിക ഭരണകൂടം ഇറാനിൽ അധികാരം വിട്ടൊഴിയണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചിരുന്നു. അധികാരം ഇസ്ലാമിക ഭരണകൂടം വിട്ടൊഴിയുന്നതാണ് രാജ്യപുരോഗതിക്ക് നല്ലതെന്ന സൂചനയാണ് ട്രംപും നൽകുന്നത്. 47 വർഷത്തോളമായി ചർച്ചകൾ തുടരുകയാണ്. ഇതിനിടെ നിരവധി ജീവനുകൾ പൊലിഞ്ഞു. അക്കാരണത്താൽ തന്നെ ഇസ്ലാമിക ഭരണകൂടം പ്രതീക്ഷ നൽകുന്നില്ല. ആണവധാരണയിലെത്തിയില്ലെങ്കിൽ മറ്റൊരു വിമാനവാഹിനി കപ്പൽ കൂടി ഇറാൻ തീരത്തേക്ക് അയക്കുമെന്ന മുന്നറിയിപ്പും ട്രംപ് നൽകുന്നുണ്ട്. For 47 years they've been talking and talking and talking. In the meantime, we've lost a lot of lives while they talk, and legs blown off, arms blown off, faces blown off. This has been going on for a long time, so let's see what happens. In the meantime, we have tremendous power has arrived, and additional power, as you know, another carrier is going out. ഭരണകൂടം മാറേണ്ടത് സംബന്ധിച്ച തീരുമാനമെടുക്കേണ്ടത് ഇറാനിലെ ജനതയെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. നേരത്തെ ഡൊണാൾഡ് ട്രംപ് ഇറാനിലെ സർക്കാരിനെതിരെ ശക്തമായ നീക്കങ്ങൾ നടത്താൻ ജനതയോട് ആഹ്വാനം ചെയ്തിരുന്നു. പ്രക്ഷോഭം ശക്തമായ സാഹചര്യത്തിൽ ഇറാനിലെ ജനകീയ പ്രക്ഷോഭത്തിന് പിന്തുണയും അമേരിക്ക പ്രഖ്യാപിച്ചു. കര, നാവിക, വ്യോമാക്രമണത്തിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയതിന് പിന്നാലെ ട്രംപിന്റെ നിലപാട് അതീവ ഗൗരവമെന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.